ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ്. ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന, എന്നാൽ കെമിക്കൽ ഒട്ടും തന്നെ ചേർക്കാത്ത ഒരു നല്ലൊരു ഹെയർ ഡൈ ആണ്. അപ്പോൾ നമ്മുടെ കെമിക്കലൊക്കെ അലർജി ഉള്ളവർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ്. പലപ്പോഴും ഈ ഒരു നര കാരണം നമ്മൾ പുറത്തിറങ്ങാൻ പോലും മടിക്കാറുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു ഹെയർ ഡൈ. അപ്പോൾ ലൈവായിട്ടുള്ള റിസൾട്ട് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നരയുള്ള ഹെയറിൽ തന്നെ അപ്ലൈ ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ഹെയർ ഡൈ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 100% ഷുവറാണ് നിങ്ങളുടെ മുടി കറുപ്പാവും, കട്ട കറുപ്പ് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന അതേ മെത്തേഡിൽ തന്നെ ഹെയർ ഡൈ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഹെന്ന പൗഡർ തന്നെയാണ്. നമ്മുടെ മൈലാഞ്ചി പൊടിയില്ലേ, അതാണ് കേട്ടോ. ഈ ഒരു ഹെന്ന പൗഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒത്തിരി പഴകിയ പൊടി എടുത്താൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഹെന്ന പൗഡർ നിങ്ങൾ വാങ്ങുന്നവരാണെങ്കിൽ അറിയുന്ന ബ്രാൻഡ് നോക്കി വാങ്ങുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പുകളിലൊക്കെ ചോദിച്ചാൽ അവരെടുത്ത് തരും. അവർ തന്നെ ഉണക്കി പൊടിച്ച് വെക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു ഹെന്ന പൗഡർ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൈലാഞ്ചി ഇല കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. ആ ഒരു മൈലാഞ്ചി ഇല കഴുകിയെടുത്തതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല കേട്ടോ, തണലിട്ടിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് സാധാരണ പോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനിത് 4 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ 6-7 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ എടുക്കാവുന്നതാണ്. കൂടുതൽ മുടിയുള്ളവരാണെങ്കിൽ ആ ഒരു മുടിക്കനുസരിച്ച് ഹെന്ന പൗഡർ എടുക്കണം കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അളവ് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും മുടിക്കനുസരിച്ച് ഹെന്ന പൗഡർ എടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ട് ഇത് മൊത്തമായിട്ട് വേണ്ട കേട്ടോ, ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബീട്രൂട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി ഭാഗം മാത്രം എടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രം മതി കേട്ടോ നമ്മുടെ ഹെയർ ഡൈക്ക്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വെച്ചു കൊടുത്ത വെള്ളം ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ബീട്രൂട്ടും ചായപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ബീട്രൂട്ടിൻ്റെയും ചായപ്പൊടിയുടെ ഒക്കെ കളറ് നന്നായിട്ട് ഇറങ്ങുന്നത് വരെ നമ്മൾ ഇതുപോലെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇത് ഹെന്ന വെച്ച് ചെയ്യുന്ന ഡൈ ആയതുകൊണ്ട് തന്നെ ഹെന്ന നമുക്കറിയാം നല്ല തണുപ്പാണ് കേട്ടോ നമ്മുടെ തലയ്ക്കൊക്കെ. അപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഒരു ടൈം നമുക്ക് ഒരു 2-3 പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചുടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ആ ബീട്രൂട്ടിൻ്റെയും തേയിലയുടെയൊക്കെ നന്നായിട്ട് കളർ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലൊരു റെഡിഷ് ബ്രൗൺ കളറാണ്. അപ്പോൾ ഈ ഒരു ടൈം വെച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എന്താ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഹെന്ന പൗഡർ മിക്സ് ചെയ്യാനായിട്ട് ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഇരുമ്പ് ചട്ടി എടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ബീട്രൂട്ടിൻ്റെയും തേയിലയുടെയും വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു തേയില വെള്ളത്തിന് അധികം ചൂട് പാടില്ല കേട്ടോ. ലൈറ്റായിട്ടുള്ള ചൂട് മാത്രമേ പാടുള്ളൂ. എന്നാൽ ഓവറായിട്ട് തണുക്കാനും പാടില്ല. ലൈറ്റായിട്ട് നമ്മൾ തൊടുന്ന ടൈമിൽ പൊള്ളാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. ഇതുപോലെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട്
നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്. ഇപ്പം ഞാൻ ഇത് ഓവർനൈറ്റ് വെക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ഇരുമ്പ് ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബൗളിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒന്ന് ആണിയൊക്കെ പോലുള്ള എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ 6 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പം ഞാൻ എന്താ കാലത്തെയാണ് കേട്ടോ ഇതെടുക്കുന്നത്. ഇപ്പം കണ്ടില്ല, ആ ഒരു ടെക്സ്ചറേ മാറിയിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. മാത്രമല്ല ക്യാമറയിൽ കൂടി എത്രത്തോളം മനസ്സിലാകുന്നതെന്ന് അറിയില്ല, ആ ഒരു ഇരുമ്പിൻ്റെ കറയൊക്കെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഹെന്ന മിക്സ് നന്നായിട്ട് ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ തലയിൽ ലൈറ്റായിട്ടുള്ളൊരു എണ്ണയുടെ അംശം വേണം കേട്ടോ. ഇപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ലൈറ്റായിട്ട് ചെറിയ രീതിയിൽ എണ്ണയൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഡൈ തേച്ച് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൈലാഞ്ചിപ്പൊടി നമ്മുടെ തലമുടി ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഒന്നുകിൽ ഡ്രൈ ഹെയർ ആണെങ്കിൽ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുന്നിട്ട് ലൈറ്റായിട്ടൊന്ന് എണ്ണ തേച്ചതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ലോണം നരയുള്ള ഹെയർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയറിലോട്ട് നമുക്ക് ഈ ഒരു ഡൈ അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിവിടെ പഴയ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും ആവത്തില്ല, അത് മാത്രമല്ല എല്ലാ മുടിയിലും നമ്മുടെ ആ ഒരു ഡൈ എത്തുകയും ചെയ്യും കേട്ടോ. മുടിയുടെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കുറഞ്ഞതൊരു 2 മണിക്കൂറങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വാഷ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമുക്കറിയാം ഇതൊരു കെമിക്കൽ ഡൈ അല്ല, അതുകൊണ്ട് തന്നെ കുറഞ്ഞ ടൈമിനുള്ളിൽ നമുക്കൊരിക്കലും റിസൾട്ട് കിട്ടില്ല. ഒരു കുറഞ്ഞത് 2 മണിക്കൂറിന് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വാഷ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം കഴുകിയിട്ടുള്ള റിസൾട്ടാണ്. നമ്മുടെ ആ ഒരു ഹെയറൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹെന്ന മാത്രം യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇനി ഈ ഒരു മുടി കറുപ്പിക്കാനായിട്ട് നമുക്ക് നീലമരി യൂസ് ചെയ്യാം. ഈ നീലമരി യൂസ് ചെയ്യുമ്പോൾ ചെറിയ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഞാനിത് നീലമരി എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂണുകളാണ് എടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നരയുള്ള ഹെയർ ആയതുകൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു നീലമരി മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. തിളപ്പിച്ചാറിയ വെള്ളം എന്ന് ഉദ്ദേശിച്ചത് ലൈറ്റായിട്ടൊരു ചൂട്, ആ ഒരു ചൂട് മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ചൂടുവെള്ളമൊക്കെ ലൈറ്റായിട്ടൊന്ന് തണുത്തപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇതാ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 15 മിനിറ്റ് കൂടുതൽ വെക്കണ്ട കേട്ടോ. കറക്റ്റ് 15 മിനിറ്റോളം വെച്ചാൽ മതി. ആ ഒരു ടൈം കൊണ്ട് ഇതിൻ്റെ കളർ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആവും. ഇപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു നീലമരി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഹെന്ന ചെയ്തിട്ട് ഒരു 12 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ നീലമരി ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ ആ ഒരു കളർ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസത്തിന് ശേഷമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഹെന്ന ഇട്ട് കൊടുത്ത പോലെ തന്നെ മുടിയുടെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ഇത് എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഹെന്ന ചെയ്ത പോലെ തന്നെ 2 മണിക്കൂറിന് ശേഷം കഴുകാൻ പാടില്ല കേട്ടോ.
ആ ഒരു 2 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ കളറ് നന്നായിട്ട് ബ്ലാക്ക് കളറാവും. ഇപ്പം ഇത് നമ്മുടെ നീലാമരിയൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ആ ഒരു ഗ്രേ ഹെയർ ഒക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ മുടി കറുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കെമിക്കൽ ഒട്ടും ചേർക്കാതെ നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് പറ്റും. മാസത്തിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഷാമ്പു യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.